തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാൻ തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാൻ തവ പദങ്ങളാശ്രയമേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ. നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മദാ നീ ചൊരിഞ്ഞു, കന്മഷം പോക്കി ദുഷ്ട കർമ്മ ഫലത്തിൽ നിന്നു വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ, വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ. ഗത്സമനേ എന്ന തോട്ടത്തിലെത്തി ഭവാൻ, ഗത്സമനേ എന്ന തോട്ടത്തിലെത്തി ഭവാൻ, രക്തം വിയർത്ത ദീർഘ ദുഃഖമനുഭവിച്ച ചരിതമൊത്തിടുമ്പോൾ മനമൊരുകിടുന്നു പരാ, ചരിതമൊത്തിടുമ്പോൾ മനമൊരുകിടുന്നു പരാ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനേ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ. ഹല്ലേലൂയ. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ വചന പാട്ടൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇത് എന്തോന്ന് പാട്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇതില് ഭക്തന്മാർ സ്തോത്രം സൈമൺ സാറാണ് എഴുതിയത്. സ്തോത്രം മഹാകവി KV സൈമൺ സാർ എഴുതിയ പാട്ടാണ്. ഈ പാട്ടിൽ യേശു കർത്താവ് ആരാണെന്നും യേശു കർത്താവ് വന്നത് എങ്ങനെയാണെന്നും യേശുവിൻ്റെ രക്തം എങ്ങനെയാണ് ചൊരിഞ്ഞതെന്നും ഗത്സമന തോട്ടത്തിലെ കർത്താവിൻ്റെ രക്തം വിയർപ്പ് രക്തമായി മാറിയതും, അടുത്ത സ്റ്റാൻസിലെ കയ്യാപ്പാവിൻ്റെ മുൻപിലും ഹന്നാസിൻ്റെ മുൻപിലും ഹെരോദാവിൻ്റെ മുമ്പിലും നിന്ന് എന്ന് വെച്ചാൽ ഈ പാട്ടിൻ്റെ ഓരോ വാക്കുകളും ഈ വേദപുസ്തകത്തിനകത്തുള്ളത്. പാടുമ്പോൾ സ്വന്തം ഈ പാട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് യേശുവിനെ കുറിച്ച് എത്രമാത്രം ആഴമായി പാടുന്നതാണെന്ന്. അപ്പോൾ ഒരുപാട് ദൈവഭക്തന്മാർ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഇരുന്ന് യേശുവിനെ വരച്ച് കാട്ടുന്ന ഒരുപാട് പാട്ടുകൾ സ്വത്രം. എന്നാൽ ഒരുപാട് പാട്ടിൽ യേശു എന്നൊരു വാക്കുപോലും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ ക്രിസ്തുവിനെ മൊത്തത്തിൽ പകർത്തി. ഹല്ലേലൂയ. ഓ, ആഴമായ പാട്ടുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് ആഴമായ തിരുവചനങ്ങളാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലിരിക്കുന്നത് വായിക്കാമോ? ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിച്ചേ. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുൻപിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. എന്റെ ദൈവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, കർത്താവിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നത്? യേശുവിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നത്? കർത്താവിന്റെ വചനത്തിൽ തന്നെത്താൻ ത്യജിച്ച്
കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ ക്രൂശോട് ചേർന്ന് സ്തോത്രം, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മൾ ജീവിക്കുന്ന ജീവിതം ക്രിസ്തുവിൻ്റെതായിരിക്കട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ നീതിയല്ല നമുക്ക് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്, നമ്മുടെ കഴിവുകൊണ്ട് വന്ന നീതിയല്ല, ക്രിസ്തു യേശുവിന്റെ നീതി. ആ നീതിക്കകത്ത് നമ്മളെ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ നീതിയിലാണ് നമ്മളെ നടക്കുമാറാക്കിയിരിക്കുന്നത്. ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് കർത്താവിനോട് കൂടെ നടക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന, വചനത്തിൽ ജീവിക്കുന്ന, ആത്മാവിൽ നിറ ജീവിക്കുന്ന ഒരു ഭക്തൻ ഒന്നിനെ കുറിച്ച് പേടിക്കാൻ ഇല്ല. എവിടെ പോകുമ്പോഴും ആ ഭക്തന്റെ ആഗ്രഹം, ആവേശം, ആ ഭക്തൻ എപ്പോഴും ഭക്തന്റെ ആവേശം ദൈവത്തോടായിരിക്കും. ആ ദൈവം ആ ആവേശം കണ്ട് ആ മനുഷ്യന്റെ അടുക്കൽ ഇറങ്ങുകയും ചെയ്യും. ഹൃദയത്തിനകത്തുള്ള ആ ഭക്തന്റെ ആഗ്രഹം പോലെ ദൈവം ഏത് മൂർഖനെയും അവിടെ ശാന്തതയുള്ള ആളാക്കി മാറ്റും. നിങ്ങൾക്ക് എത്ര വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ സ്തോത്രം. ഏത് മൂർഖ സ്വഭാവമുള്ള ഒരാളിനെയും, ഏത് കാണ്ടാമൃഗം പോലത്തെ ഒരാളിന്റെ അടുക്കലാണ് ഈ ആട്ടിൻകുട്ടിയായിട്ട് കർത്താവ് ഒരാളിനെ അയച്ചാലും, ഒരാളിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള ആവേശം എന്റെ ദൈവം കണ്ടാൽ, ആ സ്വത്രം കാണ്ടാമൃഗം പോലത്തെ സ്വഭാവമുള്ള ആളിന്റെ മനസ്സിനെയും അലിയിപ്പിച്ച് ക്രിസ്തു മാറ്റും സെക്കൻഡുകൾ കൊണ്ട്. ഹല്ലേലൂയ. ഇവിടേക്ക് ദാനിയേലിനെ ദൈവഭക്തനാണ് ദാനിയേൽ. ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോവുകയാണ്. പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ആ മനുഷ്യന്റെ ഉള്ളിനകത്തുള്ള ആഗ്രഹം പാപം ചെയ്യാതെ ജീവിക്കണമെന്നാണ്, എന്നാൽ അശുദ്ധി വരാതെ ജീവിക്കണമെന്നാണ്. അതിന് ആരുടെ മനസ്സാണോ സ്വത്രം ഈ മനുഷ്യന്റെ ആഗ്രഹപ്രകാരം നിർത്തേണ്ടത്, ആ വ്യക്തിയുടെ അകത്ത് ദൈവം ഇറങ്ങി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ആവേശമുണ്ടെങ്കിൽ എന്തിനു വേണ്ടി? എൻ്റെ യേശുവിനായി ക്രിസ്തു യേശുവിനായി എനിക്ക് ജീവിക്കണം. യേശുവിന്റെ കൃപയിൽ അലിഞ്ഞ് ജീവിക്കണം. യേശുവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ജീവിക്കണം. യേശുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കണം. യേശുവിന്റെ വചനത്താൽ നിറഞ്ഞ് ജീവിക്കണം. യേശു ക്രിസ്തുവിൽ പാപത്തെ ജയിച്ച് ഓരോ സെക്കൻഡ് ജീവിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം എന്ത് ചെയ്യണം? വേണം. എനിക്കൊരു ആഗ്രഹം വേണമെങ്കിൽ അതിന് പ്രകാരം യേശുവിൽ എനിക്ക് പറ്റത്തില്ല. ആഗ്രഹം വേണം, പക്ഷെ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ആഗ്രഹം വരുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ അതിന് ജയിച്ച ഒരാളുണ്ട്. ആ യേശുവിൽ അങ്ങ് നിന്ന് കൊടുത്താൽ, ആ ക്രിസ്തുവിലുള്ള വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ക്രൂശിലേക്ക് ചേർന്ന് നിന്ന് കൊടുത്താൽ, അതേ അപ്പാ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആവേശം എനിക്കുണ്ടെങ്കിൽ, ആവേശമുള്ളവന്റെ അടുക്കൽ എൻ്റെ ദൈവം ഇറങ്ങും. ഏത് മൂർഖന്റെ മുമ്പിൽ കൊണ്ടുപോയാലും ആ മനുഷ്യന്റെ മനസ്സ് മാറ്റി ഈ ദൈവവൈദ്യൻ അവിടെ ക്രിസ്തുവിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങളെ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? സാഹചര്യങ്ങളെല്ലാം എതിരായിരിക്കും, സാധ്യതകളെല്ലാം എതിരായിരിക്കും, പ്രശ്നങ്ങൾ വർദ്ധിച്ച സാഹചര്യമായിരിക്കാം. എന്നാൽ അവിടെയും ഒരു കഠിന ഹൃദയമുള്ള ഒരാളിനെ മനസ്സിലുള്ള ഒരാളാക്കി മാറ്റി അവിടെയും ആഗ്രഹിക്കുന്ന പൈതലിനെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവിടെ വഴിയൊരുക്കി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ദാനിയേൽ പോയ സ്ഥലത്ത് മദ്യപിക്കണം, അവിടെ രാജാവിന്റെ ആഹാരം കഴിക്കണം. പക്ഷേ ദൈവത്തിന് മദ്യം ഇഷ്ടമല്ല. ദാനിയേലിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം മദ്യം ഉപയോഗിക്കത്തില്ല. തീരുമാനിച്ചു, ഉറപ്പിച്ചു. കർത്താവ് നിശ്ചയിച്ചു. കർത്താവ് ഹൃദയത്തിനെ സംഗ്രഹിച്ചു. കർത്താവിനോട് പറഞ്ഞു. പക്ഷേ അവിടെ ദാനിയേൽ നിശ്ചയിച്ചതുപോലെ നടക്കണമെന്നില്ല. ദാനിയേൽ നിശ്ചയിച്ചതുപോലെ നടക്കണമെങ്കിൽ ദൈവം അവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ മനസ്സിനകത്ത് ഇയാളോടൊരു അലിവ് തോന്നിക്കണം. അല്ലെങ്കിൽ കുടിയിടാന്ന് പറഞ്ഞ് കുടിപ്പിക്കും, അല്ലെങ്കിൽ നേരെ രാജാവിനോട് പറയിക്കും. രാജാവിനോട് പറഞ്ഞ് അത് കുടിപ്പിക്കും. ഹല്ലേലൂയ. ഒന്നുകിൽ ദൈവത്തിന് സ്തോത്രം, ആ രാജാവിനോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ മനുഷ്യൻ കുടിച്ച് തീരൂ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാകും. പക്ഷേ ദൈവത്തിന് സ്തോത്രം, പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആരെയാണോ മനസ്സ് മാറ്റേണ്ടത് ആ ആളിന്റെ മനസ്സിനെ മാറ്റിയാൽ അവിടെ ഏത് വ്യക്തിക്കാണോ ആവശ്യം, ആ ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കർത്താവ് ഒരാളിന്റെ മനസ്സ് മാറ്റിയാൽ മതി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞില്ല ഞാൻ പറയുന്ന ആഴം. ഹല്ലേലൂയ. അങ്ങോട്ട് വചനം ധ്യാനിച്ചു പോകുമ്പോൾ എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വായിച്ചേ, ഒന്നുകൂടെ വാക്യം വായിച്ചേ. ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദയയും ഷണ്ഡാധിപന്റെ മുൻപിൽ ദാനിയേലിന് ദയയും കരുണയും ലഭിപ്പാൻ എന്തായി? ഇടവരുത്തി. കണ്ടു? അപ്പൊ ഷണ്ഡാധിപന്റെ മനസ്സിനെ ദൈവം എന്ത് ചെയ്തു? മാറ്റി.
ഷണ്ഡാധിപന്റെ മനസ്സ് എന്ത് ചെയ്തു? ദൈവം മാറ്റി. അല്ലെങ്കിൽ ദാനിയേലിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതിനകത്ത് ആർക്കെങ്കിലും ഒരു ആവേശം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അപ്പച്ച എനിക്ക് എൻ്റെ അപ്പനായി നിൽക്കണം, അതിന് എൻ്റെ വീട്ടിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട്, എന്നാൽ ഇന്ന് ആരെങ്കിലും ദാഹത്തൊഴിക്കുന്നെങ്കിൽ അവരുടെ മനസ്സിനെ മാറ്റി, നമ്മൾ ദാഹിക്കുന്ന ആ ദാഹം അറിഞ്ഞിട്ട് ആരാണോ നമുക്കതിന് തടസ്സം നിൽക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സിനെ മാറ്റി നമുക്ക് ദൈവത്തിന്റെ ആ കൃപയിൽ നിറഞ്ഞ് ജീവിക്കാൻ എന്താണോ തടസ്സം, ആ തടസ്സത്തെ മാറ്റി നമുക്കവിടെ നിയന്ത്രിക്കുവാൻ, ആത്മാവിനെ നിറയ്ക്കുവാൻ, അവിടെ നമ്മളോട് കരുണ കാണിക്കാൻ ഈ ദൈവം മതിയായവനാണ്. ഒന്നുകൂടെ വാക്കി വായിച്ചേ, ദാനിയേലിന്റെ പുസ്തകം ഒന്നുകൂടെ വായിച്ചേ. ദൈവം ദാനിയേലിനെ ഷണ്ഡാധിപന്റെ മുമ്പിൽ കരുണ ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ഡാധിപന്റെ മുമ്പിൽ ഷണ്ഡാധിപന്റെ മനസ്സിനെ ദൈവം എന്ത് ചെയ്തു? മാറ്റി. അതോടെ ദാനിയേൽ തീരുമാനിച്ച തീരുമാനത്തെ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങിച്ചെന്ന് ഉറപ്പിച്ചു. കർത്താവ് ഇറങ്ങിച്ചെന്ന് ആത്മാവ് ഉറപ്പിച്ചിട്ട് താഴെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മദ്യപിച്ചില്ല, പിന്നെ ശാഖപദാർത്ഥം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നീട് പോയി ചെന്ന് നോക്കിയപ്പോൾ അത് മദ്യപിച്ച് നല്ല ആഹാരം, രാജാവിന്റെ ഭോജനം കഴിച്ചവരെക്കാൾ പുഷ്ടിയുള്ളവരായിരുന്നു ഇവര് മാറി. കാരണം എന്താ? ഈ രണ്ട് സ്ഥലത്ത് ദൈവം പ്രവർത്തിച്ചവിടെയൊക്കെ, ഒന്ന് ഷണ്ഡാധിപന്റെ മനസ്സിനെ മാറ്റി, രണ്ട് എവരെസ്റ്റ് ശരീരത്തിൽ പുഷ്ടി. ഇന്ന് ഇതിനകത്ത് ആത്മാവിന്റെ പുഷ്ടി തരാൻ, ആത്മാവിന്റെ പുഷ്ടി തരാൻ, ആത്മാവിന്റെ പുഷ്ടി നിങ്ങൾക്ക് എത്രയോട് വെളിപ്പെടുന്ന എനിക്കറിഞ്ഞൂടാ. ആത്മാവിന്റെ പുഷ്ടി തരാൻ, ഒന്ന് നമ്മൾ പാർക്കുന്ന വീട്, നമ്മൾ പാർക്കുന്ന ദേശത്ത് നമുക്കിടർച്ചയായി നിൽക്കുന്ന, നമുക്ക് ആവേശമുണ്ടെങ്കിൽ, ക്രിസ്തുവിനായി ജീവിക്കണമെന്ന് ആവേശമുണ്ടെങ്കിൽ, നമുക്ക് നെഗറ്റീവ് വാക്ക് തന്ന് നെഗറ്റീവ് സ്പിരിറ്റിനെ കയറ്റുന്ന ആ വ്യക്തി ജീവിതങ്ങൾ നമ്മളിൽ നിന്ന് അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ, അല്ലെങ്കിൽ അവിടെ ജയിക്കാൻ തക്കതായ ഒരു ശക്തി തന്ന് നമ്മൾ അവിടെ പാപത്തെ ജയിക്കാൻ കൃപ തരിക മാത്രമല്ല, പിന്നെയോ ഷണ്ഡാധിപൻ അവിടെ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരെക്കാളും ശാഖപദാർത്ഥം കഴിച്ചവന്റെ ശരീരവും മുഖവും പുഷ്ടിയോടെ നിർത്തുവാൻ, അർത്ഥം ആത്മാവിന്റെ പുഷ്ടിയോടെ അകത്തെ മനുഷ്യനെ ബലപ്പെട്ട് ദർശനങ്ങൾ പ്രാപിച്ച്, കൃപകൾ പ്രാപിച്ച്, ഫലങ്ങൾ പ്രാപിച്ച് ആത്മാവിന്റെ ബലത്തോടെ നിർത്തുവാൻ, ദാഹിക്കുന്ന ഉള്ളങ്ങളെ നിർത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. ഈ ആലയത്തിനകത്തിരിക്കുന്ന പൈതലെ, നിങ്ങൾക്ക് എത്രവർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് ദാഹമുണ്ട് അപ്പച്ച, എനിക്ക് ആഗ്രഹമുണ്ട്, അതുപോലെ ആയിത്തീരാൻ ആഗ്രഹമുണ്ട്. ദാനിയേൽ ആഗ്രഹിച്ചപ്പോഴാണ്, ദാനിയേൽ ദാഹിച്ചപ്പോഴാണ്, ദാനിയേൽ ഇഷ്ടപ്പെട്ടപ്പോഴാണ് അവന് വേണ്ടി ആ വഴി ദൈവം തുറന്നത്. ഇന്നിനകത്ത് എത്രവർക്ക് ആഗ്രഹമുണ്ട്? വല്ലാത്തൊരാഗ്രഹം, എനിക്ക് കർത്താവിന്റെ ഹിതപ്രകാരം നിൽക്കണം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 39-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ആ ഭാഗങ്ങളെല്ലാം അറിയാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 39-ാം അധ്യായം അതിന്റെ ഭാഗങ്ങളെല്ലാം അറിയാം. എനിക്ക് ഭാഗങ്ങളൊന്നുമല്ല ഞാൻ എടുക്കുന്നത്, അതിന്റെ പ്രധാന കാര്യങ്ങളാണ് വായിച്ച്. 39-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിച്ചേ. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം, കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് കൂടെ ആരുണ്ട്? സാഹചര്യം എന്തെന്നാ? സാഹചര്യം ആ സ്ത്രീ നിമിത്തം യോസഫ് അറിയാത്ത കാര്യം യോസഫിന്റെ തലയിൽ വന്നു. ചെയ്യാത്ത കാര്യം, ദൈവത്തിനായിട്ട് അവൻ നിന്നപ്പോൾ ചെയ്യാത്ത കാര്യം അവൻ ചെയ്തെന്ന് പറഞ്ഞ് പോത്തിഫർ അവനെ തടവിലാക്കി. പക്ഷെ തടവിലാക്കുമ്പോഴും അവന്റെ കൂടെ ആര് നിന്നു? പറഞ്ഞേ, ദൈവം നിന്നു. ഇനി ദൈവം നിൽക്കുക മാത്രമല്ല, ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. ഒന്ന് ദൈവം കണ്ടോ, എന്റെ ദൈവത്തെ ആഗ്രഹിക്കുന്ന ഒരു പൈതലിനെ വിട്ട് എന്റെ ദൈവം നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ അപ്പനെ ആഗ്രഹിക്കുന്ന, എൻ്റെ അപ്പനിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എൻ്റെ അപ്പനല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിറയ്ക്കുക മാത്രമല്ല, അവരുടെ കൂടെ ഇറങ്ങിച്ചെന്ന്, അപ്പച്ച ഇവിടെയും എനിക്ക് പാപം ചെയ്യാതിരിക്കാൻ എനിക്ക് കൃപ തരണേ അപ്പ, ഇവിടെയും ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ കൃപ തരണേ അപ്പ എന്ന് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ അകം നോക്കിയിട്ട് ഈ ആഗ്രഹം കണ്ടിട്ട്, ഒന്ന് ദൈവം ഇറങ്ങും, രണ്ട് അവിടെ നിൽക്കുന്ന മൂർഖനെ പോലത്തെ സ്വഭാവമുള്ള, കാണ്ടാമൃഗത്തെ പോലത്തെ സ്വഭാവമുള്ള വ്യക്തിയുടെ മനസ്സിനെ ദൈവ സെക്കൻഡുകൾ കൊണ്ട് തിരിക്കും. വ്യക്തിയുടെ മനസ്സിനെ, കഠിന ഹൃദയത്തെ സെക്കൻഡുകൾ കൊണ്ട് തിരിക്കും. അർത്ഥത്തിൽ അതിരിക്കുന്ന പൈതലെ, നിനക്കെതിരെ ദൈവമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ തടസ്സമായി എവിടെയെങ്കിലും ഒരു കഠിനം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ സകല തീയമ്പുകളെ പൊളിച്ച് ആ കഠിന ഹൃദയത്തെ മാറ്റി ശാന്തതയുള്ള ഹൃദയമാക്കി അവിടെ നിന്നെ
സൂക്ഷിക്കുവാൻ. ഓ ജീസസ് 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 ജീസസ്. ആവേശമുണ്ടോ? വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ദൈവം കൂടെ ഇരിക്കാൻ, ദൈവത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ ഞാൻ പറയാം, കാരാഗ്രഹത്തിനകത്തായിരുന്നാലും പ്രതിസന്ധിയുടെ അകത്തായിരുന്നാലും നിന്റെ കൂടെ ദൈവം ഇരിക്കുകയും ചെയ്യും. നിന്റെ കൂടെ ദൈവം ഇരിക്കുകയും ചെയ്യും. നിനക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തെ മാറ്റി. ഓ ഓ ഓ ആമേൻ ആമേൻ. യേശുവിലാണോ ജീവിക്കുന്നത്? യേശുവിലാണോ നടക്കുന്നത്? യേശുവിലാണോ സഞ്ചരിക്കുന്നത്? യേശുവിന്റെ കൂടെയാണോ നിന്റെ വാസം? ഞാൻ പറയാം, കഴിഞ്ഞ നാടുകളിൽ നീ എല്ലായിടത്തും തകർന്നായിരിക്കാം. എന്നാൽ ഇന്ന് നീ നടക്കുന്നത് യേശുവിലാണെങ്കിൽ ഞാൻ പറയട്ടെ പൈതലെ, നീ തകർന്നു പോകേണ്ട കാര്യമില്ല, നീ വീണു പോകേണ്ട കാര്യമില്ല. കാരണം അറിയാമോ, ഈ യേശു നിന്റെ കൂടെ ഇരിക്കുക മാത്രമല്ല, അവിടെ ചിലരുടെ മനസ്സിനെ മാറ്റി അവിടെ എന്ത് സഹായമാണോ ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടതിന് ആവശ്യം അത് ദൈവം ഒരുക്കി തരാൻ. ജീസസ് 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 ജീസസ്. പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് പല തലങ്ങൾക്കകത്ത്, ജോലി സ്ഥലത്ത്, എന്നിന്റെ ഏതെല്ലാം സാഹചര്യങ്ങൾക്കകത്ത് എന്റെ ദൈവം പറയും, ആട്ടടിക്കുന്നത്, നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കാട്ടുന്നത്, ഇലവാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കുക. നിനക്ക് സാഹചര്യങ്ങൾ എതിരാണെങ്കിൽ ആ എതിരായി നിൽക്കുന്ന സാഹചര്യത്തെ, ഓ കഠിന ഹൃദയങ്ങളെ, കല്ല് പോലുള്ള ഹൃദയങ്ങളെ മാറ്റി നിന്നെ നിയന്ത്രിച്ച് മറ്റുള്ളവരുടെ കഠിന ഹൃദയം മാറ്റി അവിടെ നേരോടെ ജീവിക്കാൻ നിന്റെ മേൽ ശക്തിയെ പകരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. ഓ സ്തോത്രം. യോസഫ് ഒരു പാവം ചെയ്തില്ല, പക്ഷേ അവിടെ പോകുമ്പോൾ സ്തോത്രം യോസഫിനെ കാരാഗ്രഹത്തിനകത്താക്കി. പക്ഷേ അവിടെയും ക്രിസ്തുവിൽ ജീവിക്കാൻ ദാഹിച്ച എന്റെ മുമ്പിൽ ദൈവം ഉണ്ടെന്ന് ഉറക്കെ പറഞ്ഞവന്റെ കൂടെ, പാപം ചെയ്യാത്തവന്റെ കൂടെ ഒന്ന് ദൈവം ഉണ്ടായിരുന്നു. രണ്ട്, ആ കാരാഗ്രഹത്തിനകത്ത് ഒന്നുകൂടെ വായിച്ചേ. ആ 39:21 വായിച്ചേ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം. കണ്ടോ, മറ്റാരോടും തോന്നാത്തൊരു ദയ യോസഫിനോട് കാരാഗ്രഹ പ്രമാണിക്ക് തോന്നാൻ എന്ത് കൃപ കാരാഗ്രഹ പ്രമാണിയുടെ അകത്താക്കണമോ ആ കൃപയെ യോസഫിന് വേണ്ടി, നിങ്ങൾക്ക് വെളിപ്പെട്ടു വചന, യോസഫിന് വേണ്ടി, ഓ ആമേൻ, നിങ്ങൾക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ, യോസഫിന് വേണ്ടി മറ്റൊരുത്തിന്റെ അകത്ത് യോസഫിനെ സൂക്ഷിക്കാൻ ഒരു കൃപ പകരുകയാണ്. അർത്ഥത്തിന് അതിരിക്കുന്ന പൈതല്, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എവിടെ പോയാലും നിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി എത്ര കഠിന ഹൃദയമായാലും നീ ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടതിന് അവരുടെ മനസ്സും കൂടെ മാറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വായിച്ചേ ഒന്നര വായിച്ചേ. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. അവൻ എന്ത് കിട്ടി? കൃപ കിട്ടി. കണ്ടോ, അവിടെ കൃപയെ ദൈവം ചെയ്തു പകർന്നു. അതുപോലെ അതേ അധ്യായം 2-ാം വാക്യം 39:2 വാക്യം വായിക്കുമ്പോൾ വായിച്ച് 39:2. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. കണ്ടോ, കൃതാർത്ഥനാകണമെങ്കിൽ നമ്മുടെ കൂടെ ആര് വേണം? ദൈവം വേണം. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കൃതാർത്ഥരാകും. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, എന്നെ നിങ്ങളെ വിളിച്ച സർവശക്തനാണെങ്കിൽ സഹോദരങ്ങളെ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യില്ലേ? ഭാരപ്പെടില്ല. ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യില്ലേ? ഭയപ്പെട്ടു പോകരുത്. പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഞാൻ മിസ്രയീമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാം. കണ്ടോ, മിസ്രയീമ്യർക്ക് ഈ ജനത്തോട്, മിസ്രയീമിലെ ജനങ്ങൾ മുഴുവനും ആദ്യം കഠിനപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ കഠിന ഹൃദയത്തെ മാറ്റിയിട്ട് ഇസ്രായേൽ മക്കളോട് എന്ത് തോന്നി? ദയ തോന്നത്തക്ക നിലവരുത്തി. വായിച്ചേ. കൃപ തോന്നുമാറാക്കും. ഞാൻ മിസ്രയീമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. അർത്ഥം എന്താ? ഇവരെ അവിടെ അടിമ പണി ചെയ്യിപ്പിച്ച് ഇവരെ പൈസ എല്ലാം ആര് പിടിച്ചു വെച്ചിരിക്കുക? ഫറവോൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദൈവം പറയുകയാണ്, ആ ജനത്തോട് ദൈവം അവരുടെ ഹൃദയത്തിനകത്ത് എന്തായിരിക്കും? കൃപ പകരം എന്ത് ചെയ്യും? ഈ അന്ന് വരെ ഇസ്രായേൽ മക്കളോട് ക്രൂരത ചെയ്ത മനുഷ്യന്റെ മനസ്സിൽ എന്തോ തോന്നും? ഇവർ പാപങ്ങളാണ്, നമുക്കുള്ള സമ്പത്തെല്ലാം ആർക്ക് കൊടുക്കാം? മനസ്സിലാകുന്നുണ്ടോ? ഈ സമ്പത്തെല്ലാം ആർക്ക് കൊടുക്കാം? ഇവർക്ക് കൊടുക്കാം. ഈ അടിമ നിവർത്തി കിടന്നവർക്ക് കൊടുക്കാം. അവർ പോട്ടെ എന്ന്
ദൈവ സെക്കൻഡുകൾ കൊണ്ട് ദൈവ മക്കൾക്ക് വേണ്ടി അവിടെയുള്ള ജനത്തിന്റെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ? അല്ലെ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നീ വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷെ അവിടെയും ഹൃദയത്തെ മാറ്റുന്ന ഒരു ദൈവം, മനസ്സിനെ മാറ്റുന്ന ഒരു ദൈവം, ക്രൂരതയുള്ളവരുടെ ഹൃദയത്തെ, ക്രൂരതയുള്ള ശബ്ദം പറയുന്ന ആൾക്കാരുടെ മനസ്സിനെ, അവരുടെ ശബ്ദത്തെ, അവരുടെ വാക്കിനെ, കഠിനമായി നിങ്ങളോട് സംസാരിക്കുന്നവരുടെ ആ കാഠിന്യതകളെ മാറ്റുവാൻ ഈ ദൈവം വിശ്വസനാണ്. ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നേ. കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നേ. ഈ യേശു എന്റെ യേശു, ഈ ദൈവം എന്റെ ദൈവം, ഈ യേശു എന്റെ യേശു, ഈ ദൈവം എന്റെ ദൈവം. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. പുറപ്പാട് 11:3. യഹോവ മിസ്രയീമിന്റെ ജനത്തോട് കൃപ തോന്നുമാറാക്കി. കണ്ടോ? മിസ്രയീം ജനങ്ങളോട് എന്ത് തോന്നുമാറാക്കി? കൃപ തോന്നുമാറാക്കി. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ 1 രാജാക്കന്മാർ 8-ന്റെ 50-ാം വാക്യം വായിക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 50-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, ഈ വചനം ദൈവം നമുക്ക് തരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തൊക്കെയോ വിടുതലുകൾ എവിടൊക്കെയോ ഏതൊക്കെയോ ഭാഗത്ത് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, ദൈവം ചെയ്യുന്നുണ്ട്. നമുക്കറിയത്തില്ല, നമുക്കിതൊന്നും അറിയത്തില്ല. കാറ്റിന്റെ ഇഷ്ടം എന്ത് ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. കാറ്റ് നമുക്ക് ദിശ അറിയത്തില്ല, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം അയച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്ത് ചെയ്യും? നിറവേറ്റി കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 50-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ. നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ക്ഷമിക്കുകയും ഭക്തന്മാരെ കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം. കണ്ടോ? ഒരു കൂട്ടം വരെ കൊണ്ടുപോയി പാപം ചെയ്തപ്പോൾ കൊണ്ടുപോയി. പക്ഷേ അവരോട് എന്ത് ചെയ്തു? ക്ഷമിച്ചു. എന്നിട്ട് അവരെ വ്യക്തരാക്കി. കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവരോട് എന്ത് തോന്നിച്ചു? കരുണ തോന്നിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 44 മുതൽ വായിക്കുമ്പോൾ, വായിച്ചേ.
നീ നിന്റെ ആ. ജനത്തെ അയക്കുന്ന വഴിയിൽ ആ. അവർ തങ്ങളുടെ ശത്രുവിനോട് ആ. യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ ആ. നീ തിരഞ്ഞെടുത്ത ആ. നഗരത്തിലേക്ക് നിന്റെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. ആ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. ആ. നീ അവരോട് കോപിച്ച് ആ. അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ഇത് ദൈവഭക്തനാകുന്ന ശലോമോന്റെ പ്രാർത്ഥനയാണ്. ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു വരിയിലുള്ള വരിയാണിത്. ദൈവത്തിന് സ്തോത്രം. മുട്ടുമുടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് അങ്ങ് ഇറങ്ങി, ദൈവത്തിന്റെ കൃപ അങ്ങ് ഇറങ്ങി. ഇതിനകത്തൂടെ അങ്ങോട്ട് പറയുകയാണ്. വായിച്ചേ, അങ്ങോട്ട് വായിച്ചേ. ആ, അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ആ. അവർ അവരെ ദൂരത്തോ സമീപത്തോ ആ. ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് വ്യക്തരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ദേശത്ത് വച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ്. കണ്ടോ, എന്തൊക്കെ പ്രശ്നം വന്നാലും അവർ ഉണർന്നാൽ, അവർ മനസ്സ് മാറിയാൽ, അവർ ദൈവത്തിന്റെ മുമ്പിൽ കർത്താവ് ഞാൻ പാപം ചെയ്തു പോയി അപ്പാ, എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റിച്ച്. കണ്ടോ, നമ്മൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഹിതത്തിനെതിരെയൊക്കെ വാക്കുകൾ സംസാരിക്കുമ്പോൾ പിശാചെന്റെയും നമ്മളിൽ കടക്കും. പിന്നെ ഇതൊക്കെ ഇറങ്ങി പോകണമെങ്കിൽ നമ്മൾ അത്രയും മുട്ടും മടക്കി ദൈവത്തോട് ചെയ്യണം. അതങ്ങനെയൊക്കെ ഉണ്ട് വചനം. ദൈവത്തിന് സ്തോത്രം. ഒരാളിൽ നമുക്ക് വേദപുസ്തകത്തിനകത്ത് നമ്മൾ ഒരുപാട് തവണ ഇവിടെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഒരാളിൽ കർത്താവ്, ഞാൻ സ്നാനപ്പെടും മുമ്പ് എല്ലാവരോടും പറയും ഈ വചനം. സ്നാനപ്പെടുത്തും മുമ്പ് ഞാൻ എല്ലാവരോടും പറയുന്ന വചനമാണ് ഈ വചനം. ഏത് വചനം? ഞാൻ പറയും, ഒരു മനുഷ്യനെ വിട്ട് ദുരാത്മാവ്, ഒരു മനുഷ്യനെ വിട്ട് പിശാച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് വരുന്നത് എങ്ങനെയായിരിക്കും? വന്ന് നീ ആ വചനം എടുത്തോരൊന്ന് വായിച്ചേ. സ്തോത്രം. അപ്പോ ആ അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് പോയിട്ട് ഒന്ന് ചുറ്റിയൊക്കെ സഞ്ചരിക്കും അല്ലേ? ഭൂതത്തെ ഒഴിപ്പിക്കുമ്പോ അത് പോയിട്ട് ചുറ്റിയൊക്കെ ഒന്ന് സഞ്ചരിക്കും. കണ്ടുകിട്ടിയോ വാക്യം? കണ്ടുകിട്ടിയൊന്ന് വായിച്ചേ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ, വാക്യം നമ്പർ പറഞ്ഞ് വേണം വായിക്കാൻ. 12:49 വായിച്ചേ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലത്ത് കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് അന്വേഷിക്കുന്നു. കണ്ടെത്തുന്നില്ലതാനും ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. കണ്ടോ, എന്റെ വീട്ടിലേക്ക് ഞാൻ പുറപ്പെട്ടു പോകുന്നിടത്ത് ഞാൻ തിരിച്ച് മടങ്ങി ചെല്ലും. അടുത്തവരും ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി. എല്ലാവരും കണ്ടോ? മത്തായിയുടെ സുവിശേഷം 12 അധ്യായം വായിക്കണം. മത്തായിയുടെ സുവിശേഷം, മത്തായി എന്ന് പറഞ്ഞില്ലല്ലേ? മത്തായിയുടെ സുവിശേഷം 12 അധ്യായം അതിന്റെ 43 മുതലുള്ള വചനമാണ് വായിച്ചത്. മത്തായി 12 അധ്യായം 43 മുതലൊന്നുകൂടെ വായിച്ചേ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ലതാണ് ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിൽ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതുവരെ ഇരുന്ന പിശാചുക്കളല്ല. പിന്നെ അവനെക്കാളും കുഴപ്പം പിടിച്ചതിനെയാണ് ഒന്ന് പോയ. ഞാൻ സ്നാനപ്പെടുത്തും മുമ്പേ നമ്മൾ കർത്താവിന്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവ് എല്ലാവരെയും വിടുവിക്കുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തെറ്റ് വരില്ലെന്നറിയാം. തെറ്റുകൾ വരും, കുറവുകൾ വരും, പക്ഷേ അതികഠിനമായ പാപങ്ങളൊന്നും ഹല്ലേലൂയ കരങ്ങളെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ തെറ്റുകൾ വരില്ലെന്നല്ല, ഉടനെ ഏറ്റു പറഞ്ഞോളൂ, അതൊന്നും മാറരുത്. മാറിക്കഴിഞ്ഞാൽ ഈ നമ്മളെ വിട്ട് ഇറങ്ങിപ്പോയ പിശാച് അതിനേക്കാൾ ശക്തിയുള്ള 7 എണ്ണത്തിന് ഒന്ന് പോയ 7 കൂടെ കൊണ്ടുവന്നു. 1 ഉം 7 എത്രയായി? 8. 10 എണ്ണം ഇറങ്ങിപ്പോയെന്ന് വെച്ചോ. ദുഷ്ടാത്മാവ് ബാധിച്ച ആളായിരുന്നു, 10 പിശാചുക്കളുണ്ടായെന്ന് വെച്ചോ. പക്ഷെ 10 എണ്ണം പോയി. ആ ആള് കർത്താവിൽ നകന്നു പോയാൽ പിന്നെ അയാളുടെ അകത്ത് തിരിച്ചു കയറുന്നത് 10 എണ്ണമല്ല, പിന്നെ എത്ര എണ്ണം? 10, 8, 80. ആദ്യം 10 എണ്ണത്തിലൂടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര എണ്ണത്തിന്റെ 80 പിടിച്ച കിട്ടുമോ? പിന്നെ 50 എണ്ണമാണ് പോയതെങ്കിലോ? ലക്കിയോന്റെ 6000 ഭൂതം പോയി. 6000 ഭൂതം പോയോ പിന്മാറി എന്ന് വെച്ചോ. 6000 × 8 നോക്കിയേ, എത്രയായി നോക്കിയേ. പിന്നെ അതെങ്കിലും രാജ്യത്ത് കിട്ടുമോ? പറത്തും അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 6000 ഭൂതം പോയവൻ അവൻ ദൈവത്തിൽ നകന്നു പോയെങ്കിൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. അപ്പോ ഒരു 10 എണ്ണം പോയാൽ 10, 8, 80. 20 എണ്ണം പോയാൽ 160. 50 എണ്ണം പോയാൽ 5 × 8. കണ്ടോ, അങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോ എങ്ങനെ ഇരിക്കും നോക്കിയേ. അപ്പൊ നമ്മളെ കണ്ണൊന്നും
ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ദുഷ്ടാത്മാവിൻ്റെ ശക്തികൾ നമ്മുടെ അകത്ത് എന്ത് ചെയ്യും? നമ്മൾ പോലും അറിയാതെ കയറി കുട്ടിയിരിക്കും. പിന്നെ നമ്മുടെ സംസാരം മാറും, നമ്മുടെ ചിന്ത മാറും. പിന്നെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പറയും, പ്രാർത്ഥനയ്ക്കെതിരെ സംസാരിക്കും, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, വചനം വായിക്കാൻ സമ്മതിക്കത്തില്ല, വചനം കേൾക്കുമ്പോൾ എന്ത് കിട്ടിയെന്ന് ചോദിക്കും, പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥിച്ച് എന്ത് കിട്ടിയെന്ന് ചോദിക്കും, പള്ളി പോകുന്ന കാര്യം പറയുമ്പോൾ തലയിരിപ്പായിരിക്കും, പ്രിയപ്പെട്ടവരോട് എല്ലാം നിന്ദിക്കും, പരിഹസിക്കും, ദൈവ വേലക്കാരെ എതിർത്ത് സംസാരിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ത് സംഭവിക്കും? പിശാചുകൾ കൂട്ടത്തോടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വിട്ട് പോകണമെങ്കിൽ അല്പം അവരവർ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കി കരഞ്ഞ് ഉപവസിച്ച്, അപ്പാ എനിക്ക് എന്നെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കട്ടോ. ശലോമോൻ പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ അവർക്ക് കുറവ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവർ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. മുട്ടുമടക്കി, ഓ സ്തോത്രം, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച്, മാപ്പ് പറയേണ്ടവരോട് പോയി മാപ്പ് പറഞ്ഞ്, അല്ലെ എത്ര വലിച്ചാൽ എന്ത് ചെയ്തില്ല? ചെറുതൊന്നും ആവത്തില്ല. ക്ഷമ പ്രാപിക്കേണ്ടത് ക്ഷമ പ്രാപിച്ച്, മാപ്പ് പറയേണ്ടത് മാപ്പ് പ്രാപിച്ച്, ഒരുക്കപ്പെടേണ്ടത് ഒരുക്കപ്പെട്ട്, മുട്ട് മടക്കേണ്ടത് മുട്ട് മടക്കി. കർത്താവ് എന്തെന്നറിയാമോ കാര്യം? ഞാൻ പറഞ്ഞുതരാം. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട്, സ്തോത്രം. 5-ാം അധ്യായം എന്നാണ് എൻ്റെ ഓർമ്മ. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം എന്നാണ് എൻ്റെ ഓർമ്മ. 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. എല്ലാവരും ആ വചനം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം എഴുതിയിട്ടുണ്ട് 5-ാം അധ്യായം, അതിൻ്റെ സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ പിശാചിനെ ഏൽപ്പിച്ചിരിക്കുന്നു. 5-ാം അധ്യായം എന്നാണ് എൻ്റെ ഓർമ്മ. ദൈവത്തിന് സ്വതന്ത്ര അധ്യായമാണ്. കണ്ടോ? അത് 5-ന്റെ 4 മുതൽ അങ്ങോട്ട് വായിച്ചേ. നിങ്ങൾ എന്റെ ആത്മാവും നമ്മുടെ കർത്താവ് യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവനെ, നിങ്ങൾ കണ്ടോ എല്ലാവരും? 1 കൊരിന്ത്യർ 5-ന്റെ 4 വെച്ചോ വായിക്കുന്നത്. അവനെ ആത്മാവ് കർത്താവ് യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനെ ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. സാത്താൻ ഏൽപ്പിച്ചത് ആരാ? ഇപ്പൊ ഇവിടെ പറഞ്ഞു മനസ്സിലായോ? ഒരാളെ യേശുവിനായി ജീവിച്ച ശേഷം, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് ഈ വചനം എടുത്തെടുത്ത് പറഞ്ഞാണ് ഞാൻ പറയുന്നത്. ഓരോ കാര്യവും ആരാധന നടത്തുമ്പോൾ, വചനം പറയുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞ് തന്നെയാണ് ഓരോ കാര്യങ്ങളും ദൈവം നമുക്കിവിടെ നമ്മുടെ സഭയ്ക്കകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പരിശുദ്ധ ആത്മാവ് ദൈവദാസനിലൂടെ പറയുകയാണ്, എൻ്റെ ആത്മാവും നിങ്ങൾ 4:5 നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ, ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനെ ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിനെ കണ്ടുമുട്ടി യഥാർത്ഥമായിട്ട് സ്നേഹിച്ചൊക്കെ നടന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോ ആ വ്യക്തി കർത്താവിൽ നകന്നു പോകുമ്പോ അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, അവർ ജഡസംഹാരത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥത ശരീരത്തിന് കാണും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ് വിട്ടതെങ്കിൽ ദൈവ വേലക്കാരൻ എത്ര ദിവസം ഉപവസിച്ചാലും പോകില്ല, പ്രാർത്ഥിച്ചാലും പോകില്ല. കാരണം എന്താ? വിട്ടതാരാ? ദൈവം. എന്തിനാ വിട്ടത്? ഈ മനുഷ്യൻ നരകത്തിൽ പോകരുത്. ജഡസംഹാരം കൊടുക്കുമ്പോൾ ഇയാൾ യേശുപ്പാന്ന് വിളിക്കും, പാവ ഏറ്റു പറയും, മുട്ടുമടക്കും, കീഴണം. എന്നാലും ഇവിടെ വിടൂല. നരകത്തിൽ പോകാണ്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകൂടെ വായിച്ച് 4 വെച്ചത് പ്രധാനപ്പെട്ടതായണ്ട. നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനെ. എന്ന് രക്ഷിക്കപ്പെടാൻ? കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിനെ ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. ആരെ ഏൽപ്പിച്ചു? ഇപ്പൊ സാത്താൻ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആരാ വിട്ടത്? ആത്മാവാ. അപ്പൊ പിന്നെ ആര് പ്രാർത്ഥിച്ചാലും പിന്നെ അവരവര് ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കി നിലവിളിച്ച് കുറവുകൾ എവിടെയെല്ലാം നിരപ്പാകാനുണ്ടോ, കർത്താവ് എന്നെ ആളിനോട് ഇന്നത് പറഞ്ഞു, അത് തെറ്റായി പോയി, ചെന്ന് മാപ്പ് പറഞ്ഞു. കർത്താവെ, അല്ലെങ്കിൽ സഹോദര, അല്ലെങ്കിൽ ആരോടായിരുന്നാലും
തിരിഞ്ഞു പിരിഞ്ഞു നോക്കൽ സിനിമ പറയും യേശു ഞാനിങ്ങനെ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കെതിരെ ഞാൻ വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ചീത്ത വിളിച്ചു, നിങ്ങളെ ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ സ്നാനപ്പെട്ട ആളാണ്, ഒരിക്കലും പാടില്ലായിരുന്നു, അരുതാത്ത വാക്ക് പറഞ്ഞു, ഞാൻ ദൈവവേലക്കാർക്കെതിരെ പറഞ്ഞു, വചനത്തിനെതിരെ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ മക്കളോടായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിനോടായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ നമ്മുടെ അയൽവാസിയോടായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ നമ്മുടെ സഭയിലെ വിശ്വാസികളോടായിരിക്കും പറഞ്ഞത്. പോയേ തീരൂ, നിരപ്പ് പ്രാപിച്ചേ തീരൂ, അവിടെ പോയി പറഞ്ഞേ തീരൂ. അവിടെ വലിയൊന്നും ചെറിയൊന്നും ഇല്ല. അല്ലാതെ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ദൈവം തൊട്ടാലേ, ദൈവം തൊടണമെങ്കിൽ എന്താണോ ഇതിൽ ദൈവം ഉദ്ദേശിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ആത്മാവ് രക്ഷിക്കപ്പെടണം. ആത്മാവ് രക്ഷിക്കപ്പെടാനാണ് ഏൽപ്പിച്ചത്, വേറെ ഒന്നിനുമല്ല. ആത്മാവ് രക്ഷിക്കപ്പെടാൻ ജഡത്തിൽ പ്രശ്നം കൊടുത്തു, കണ്ടോ? അപ്പൊ ഈ പ്രശ്നം മാറണമെങ്കിൽ ദൈവം തൊടണം. ദൈവം തൊടണമെങ്കിൽ നമ്മുടെ കുറവ് നമ്മൾ ഉണർന്ന് മുട്ടുമടക്കണം. ഏറ്റുപറയണം, കരയേണ്ടത് കരയണം, പ്രാർത്ഥിക്കണം, മാപ്പ് പറയേണ്ടവരുടെ മാപ്പ് പറയണം. എവിടെയെല്ലാം തെറ്റ് വന്നോ അവിടെ ഓടിച്ചെന്ന് ആരവിടെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചോ അവരുടെ നിന്ന് മുഖത്ത് നോക്കി ആരെന്നൊന്നും നോക്കാതെ ഞാൻ എന്തോ ആണെന്നിരുന്നാൽ ഇത് യേശുവിന്റെ മുമ്പിൽ നിന്നും നമ്മളൊന്നും നടക്കൂല. നമ്മൾ ആരും ആണെന്നിരുന്ന ഒന്നും, പക്ഷെ നമ്മൾ ഏതുമല്ല എന്ന് ഒന്ന് വീണ് കൊടുത്താൽ. ചില കുടുംബങ്ങൾ തകരാനുള്ള കാര്യം എന്നറിയാമോ? ചിലത് ഭർത്താവ് ഇങ്ങനെ മുഷ്ടി കൊടുത്തത് അയാൾ താണു കൊടുക്കത്തില്ല, ഭാര്യ അതിനേക്കാൾ മുഷ്ടി, രണ്ടുപേരും കാണത്തില്ല, പിന്നെ രണ്ടും പോക്ക്. മറ്റേ ഭാര്യ താഴാത്ത സ്ഥാനത്ത് ഭർത്താവ് താണാൽ അവിടെ പ്രശ്നം, ഭർത്താവ് താഴാത്ത സ്ഥാനത്ത് ഭാര്യ താണാൽ അവിടെ പ്രശ്നം. രണ്ടുപേരെ ഒരുപോലെ വാഴ പിടിച്ചിരിക്കുമ്പോൾ കുടുംബം തകരും. ഇവിടെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ മറുത്തു നിൽക്കാതെ, ദൈവത്തോട് മറുത്തു നിൽക്കാതെ, ദൈവം പറയുന്ന കാര്യം നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും ശരി. ഒരു മനുഷ്യന് ഇപ്പൊ 101 ആൾക്കാർ വന്നിരുന്ന് പ്രാർത്ഥിച്ചാലും അത് മാറണമെങ്കിൽ ആരിറങ്ങി തൊടണം? ദൈവം തൊടണം. ദൈവം തൊടണമെങ്കിൽ ഈ തൊടൽ അനുഭവിക്കേണ്ട ആള് ദൈവത്തോടെന്ന് പ്രാപിക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നതല്ലേ? നിരപ്പ് പ്രാപിക്കാത്തടത്തോളം കാരണം ദൈവത്തിന് ആ മനുഷ്യന്റെ അകം അറിയാം. പ്രാർത്ഥിക്കാൻ പോകുന്നവർക്ക് ചിലപ്പോൾ വെളിപ്പെടുന്നവരുണ്ട്. ദൈവം വെളിപ്പെടുത്തി കൊടുത്താലേ കാണാൻ പറ്റും. ദൈവത്തിന് ഇതെല്ലാം കാണാം. ദൈവം പറയാം ആ ഭാഗത്തും കൂടെ നിരന്ന് വരട്ടെ. സ്വത്രം. അപ്പൊ പ്രാർത്ഥിക്കുന്നവർ തെറ്റാണോ? ദൈവക്കാർ തെറ്റാണോ? അല്ല. പിന്നെയോ അവരവരുടെ കുഴപ്പമാണ്. അവരവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ അവരവർക്ക് കെണിയായി, അവരവരുടെ സ്വഭാവം അവരവർക്ക് കെണിയായി, അവരവരുടെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച അവരവർക്കത് കെണിയായി. അപ്പൊ നേരത്തെ വാക്യത്തിൽ വന്നേ 13-ാം അധ്യായത്തിലേക്ക് വന്നേ, ദുഷ്ടാത്മാവ് ഒരാളിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോയിട്ട് എന്താ സംഭവിക്കുക? വായിച്ചേ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നേരില്ലാത്ത സ്ഥലങ്ങളിൽ ഇതുകൊണ്ടാണ് ഓരോരുത്തരോട് തീയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ കർത്താവേ, അഗ്നിയിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ കർത്താവേ, അഗ്നിയിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.
പറയാറുണ്ട്. ഓരോ സാഹചര്യത്തിലൂടെ അമ്മ പോകുമ്പോഴാണ് അമ്മയുടെ ജീവിതത്തിനകത്ത് യേശു അവിടെയൊക്കെ ഉണ്ടോ എന്നറിയുന്നത്. ഓരോ ഇതിനകത്തൂടെ വരുമ്പോഴാണ് അവിടെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ സഹിക്കാൻ പറ്റുന്നുണ്ടോ, അതോ അവിടെയെല്ലാം ഒരു ക്രൂരതയോടെ ഒരു എന്ത് പറയാൻ, ദൈവത്തിന് സ്വാതന്ത്ര്യം, ഒരു അഭിനയം നടത്തിയ റിസൾട്ട് അവിടെ വെച്ചാണ്. ഓ ജീസസ്, അഭിനയിച്ചെന്ന് പെട്ടെന്ന് തെളിയത്തില്ല. അഭിനയം തെളിയുന്ന എവിടെയെന്നറിയാമോ? നമ്മുടെ മുൻപിൽ ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ അതുവരെ അഭിനയിച്ചത് വെറും അട്ടിയലയാണ് തെളിയുന്നത്. പ്രശ്നം വരുന്നത്, ദൈവമേ ഞാൻ ഇത്രയും കാലം പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് വെച്ച് കെട്ടിയിരുന്ന അത്തിയിലയാണല്ലോ അപ്പാ, എന്നെ ഒന്ന് തൊട്ടപ്പോ സംഭവം ഇളവിയല്ലോ. പെട്ടെന്നൊന്നും അറിയത്തില്ല, അമന്നിരിക്കും. നമ്മളെ തൊട്ടാൽ അത് തിരിഞ്ഞ് കത്തും, ഇരിക്കത്തില്ല, ക്ഷമിക്കത്തില്ല. നമ്മളെ ചിലപ്പോൾ നമ്മളെ മക്കളോട് ചിലപ്പോൾ അറിയാൻ വരാം, പക്ഷെ മരുമക്കളോട് വെട്ടിയില്ല. നീ കൊച്ചുമക്കളാണെങ്കിൽ ചവിട്ടി ദൂരെ എടുത്തത്, അവരെ മക്കളെ കിട്ടിയ കുഞ്ഞാണെങ്കിൽ മരിച്ചു കയറി ഒട്ടിക്കും, പൊടിയല്ല. കാരണം എന്താ, അവരല്ല. ഒക്കെ മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഇരിക്കുന്ന ഒരാളിന് ഇതൊന്നും വരില്ല. ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത് എപ്പോഴെന്നറിയാമോ? ഞാൻ എപ്പോഴും പറഞ്ഞത്, ഓരോ സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് അവിടെയൊക്കെ പിടിച്ചു നിൽക്കുമോ, അവിടെയൊക്കെ സ്നേഹം കാണുമോ, അതോ ഇനി ഇന്ന ആളിനെയൊക്കെ വരുമ്പോൾ അവരെ കീറി ഒട്ടിക്കുമോ എന്നൊക്കെ അവിടെ കൂടെ പോകുമ്പോഴറിയാൻ പറ്റും. ദൈവത്തിന് സ്വാതന്ത്ര്യം, ദൈവത്തിന് കത്തും സ്വാതന്ത്ര്യം ആകും. നമ്മൾ അത്തിയിലയാണോ അതുവരെ കൂട്ടി തുന്നി വച്ചിരിക്കുന്നെന്ന് വെളിപ്പെടുന്നത് പ്രശ്നം വരുമ്പോഴാണ്. നിസ്സാര കാര്യം മതി, ഉടനെ നമ്മൾ എന്ത് ചെയ്യും? റൈസാകും. അപ്പൊ ചിന്തിച്ചോളണം, ഞാൻ ഇത്രയും കാലം ഞാൻ അഭിനയിച്ചു കൊണ്ട് നടന്നത് ഈ അത്തിയില, പക്ഷെ എന്നെ തൊടേണ്ട സ്ഥാനത്ത് തൊട്ടപ്പോൾ അത്തിയില കയറി. ആളുകൾക്ക് വെളിപ്പെട്ടു ഇത് പന്നസിസ്തമാണ്. കണ്ടോ, ഇത് പെട്ടെന്നൊന്നും വെളിപ്പെടില്ല, ഇതെല്ലാം അകത്തിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഓരോ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോൾ, ഞാനും മോനും ഒരുമിച്ച് പോകുമ്പോൾ എന്തെല്ലാം എന്നോട് സംസാരിക്കും. അമ്മ ഇങ്ങനെയാണല്ലേ, അപ്പോൾ ഞാൻ മറുവശം പറയും, മക്കളെ അമ്മ ആ സാഹചര്യത്തിൽ പോകുമ്പോൾ നീ പറയും പോലെ അറിയത്തില്ല, ഇത് നീ കണ്ടായിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതിന്റെ അപ്പുറമായിരിക്കും. ആർക്കറിയാം? അപ്പോഴേ അറിയാൻ പറ്റൂ കർത്താവ് അവിടെ കൃപ തന്നിട്ടുണ്ടോ ഇല്ലയോ, അവിടെ പരാജയപ്പെടുമോ, അവിടെ തോറ്റു പോകുമോ, അവിടെ തുന്നമ്പാടിയായി നാണം കെടുമോ, അവിടെ വെച്ചാണോ ഇനി ഈ അത്തിയിലയാണോ എൻ്റെ മേൽ ഇരിക്കുന്നതെന്ന് ആ പ്രശ്നം വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന മക്കളെ. അല്ലാതെ ആരെയും വിരലിച്ചുണ്ടാ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോഴേ അറിയാവൂ, ക്ഷമിക്കുമോ, സഹിക്കുമോ, താഴുമോ, മിണ്ടാതിരിക്കുമോ. എത്ര പ്രാവശ്യം കേട്ടോണ്ടിരുന്നിട്ട് അടുത്ത് തിരിച്ച് മിണ്ടാതിരിക്കും. ഇതൊക്കെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ മനസ്സിലാവൂ. പ്രസംഗിക്കാനും പറയാനും എല്ലാത്തിനും എളുപ്പമാണ്. ഞാൻ പറയട്ടെ, ഒരു ദൈവത്തിന്റെ വായിൽ നിന്ന് വരേണ്ടതേ വരാവൂ. വരാൻ പാടില്ലാത്തത് വന്നു കഴിഞ്ഞാൽ അത് ഓർക്കണം. ഏത് മുതൽ ഓർക്കണം? സ്നാനപ്പെട്ട് പുതിയൊരാളായി ആ സമയം മുതലുള്ള കാര്യം ഓർക്കണം. കർത്താവ്, ഞാൻ സ്നാനപ്പെട്ട് കാര്യപ്പോൾ ഇങ്ങനെയായിരുന്നു, അപ്പനുള്ള ബന്ധം ഇങ്ങനെയായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഇത്ര നാളെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇവിടെ ഇന്ന സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അവിടെ മുതൽ എന്ത് ചെയ്യണം? ഞാൻ അപ്പൻ്റെ മുൻ മുട്ട് മടക്കി പാവ ഏറ്റു പറയണം. അപ്പൊ അവിടെ നിന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഓർമ്മ വരുന്ന ആൾക്കാരെല്ലാം പേര് നോക്കണം. ആൾക്കാരുടെ പേര് നോക്കിയിട്ട് അപ്പൻ്റെ സന്നിധിയിൽ എല്ലാവരുടെ പേരും എന്ത് ചെയ്യണം? നോക്കണം. നോക്കിയിട്ട് ആ ആൾക്കാരുടെ എല്ലാ പേരുകളും നോക്കണം. ആരോടെങ്കിലും പിണക്കമുണ്ടോ, ആരോടെങ്കിലും വിരോധമുണ്ടോ, ആരോടെങ്കിലും പകയുണ്ടോ, ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, അവിടെ മുതൽ അങ്ങോട്ട് ആ വ്യക്തികളോട് നിരപ്പ് പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ള പിശാച് അഴിയാൻ തുടങ്ങും. അഴിഞ്ഞ് അവന് നിൽക്കാനുള്ള ബലമില്ലാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് ഇരിക്കാൻ ഒരു സാഹചര്യം കാണത്തില്ല. അവന് പോയേ തീരൂ. അപ്പം ദൈവത്തോട് പറയണം, അപ്പച്ച ഇനി മേല ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു പാവം ചെയ്യത്തില്ലപ്പ, എന്നോട് ക്ഷമിക്കണമേ എന്നെൻ്റെ ദൈവത്തോട് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി ഒരു മുത്താക്കി നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരത്തെ വിട്ട് അഴിഞ്ഞു മാറും. പ്രതിസന്ധി അഴിഞ്ഞു മാറും. നമ്മൾ പൂർണ്ണമായിട്ട് ഫ്രീ ആകും. നമ്മൾ ഭയങ്കര നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം വരും, വലിയൊരു വ്യത്യാസം വരും, വലിയൊരു വിടുതൽ വരും. അവിടെ വിടുതൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് എൻ്റെ ദൈവം ചെയ്ത അത്ഭുതമാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹോദരങ്ങളെ. കാരണം ആത്മാവിനെ നഷ്ടപ്പെടുത്തി നരകത്തിൽ വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ആത്മാവെങ്കിലും എന്ത് കട്ടതയിൽ കൂടെ പോയാൽ എവിടെ എത്തണമെന്ന്? നരകത്തിൽ നിന്ന്
നരകത്തിൽ പോകാൻ പാടില്ല. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഒന്നുകൂടെ വായിച്ച ബാക്കി വായിച്ചിട്ട് നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തേക്ക് പോകുന്നു. വായിച്ചേക്കാം. തന്നിൽ ദുഷ്ടതേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരും. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും. പിന്നെ ഒന്നും അറിഞ്ഞുകൊടുക്കും. നീചമായിട്ടുള്ള എന്തും ചെയ്യും. അടുത്ത മുമ്പിലത്തേതിലും വല്ലാതെയാണ് ഈ ദുഷ്ട തലമുറയ്ക്കും. കണ്ടോ, ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. മതി. ദൈവത്തിന്റെ സ്വത്രം. അപ്പോ എപ്പോഴും നമ്മൾ ദൈവമക്കളാണ്. ഒരാള് വേറെ ഒരു വാക്ക് പറഞ്ഞു എന്ന് കരുതി ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പറയാൻ പോകണ്ട. മറ്റൊരാള് നമുക്കെതിരെ പറഞ്ഞു, പക്ഷേ അവർക്കെതിരെ ഞാൻ എൻ്റെ വായ് തുറന്ന് പറയുമ്പോഴാണ് എൻ്റെ വായിൽ മോശം ആകുന്നത്. എൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുമ്പോഴാണ് അതൊരു പാപമായി മാറുന്നത്. അവിടെ എന്തെങ്കിലും എന്നോട് പറയുമ്പോൾ അവിടെ കർത്താവേ, അവർക്ക് അറിവില്ലാതെ പറഞ്ഞു, കർത്താവേ അവിടെ നിന്ന് ക്ഷമിക്കണമേ, അവരെ സ്നേഹിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. അപ്പോൾ അവരോടൊന്നും എനിക്ക് തോന്നരുതേ, അകത്തും തോന്നരുതേ, പുറത്തും തോന്നരുതേ എന്നാണ് ആ സ്പോട്ട് ടൈമിൽ നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ അവിടെ ദൈവം കൃപ തരും. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ, അപ്പാ ഞാനിവിടെ മരിച്ചു കർത്താവേ, അങ്ങ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവിടെ ആ വന്ന കട്ടി മാറും. അവിടെ ദൈവത്തിന്റെ കൃപ ഇറങ്ങും. അവിടെ പാപം നമ്മളെ വിട്ടു പോകും. അവിടെ പിശാച് എന്ത് ചെയ്യും? പരാജയപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നുകൊള്ളണം. എവിടെയെല്ലാം കുറവുകളുണ്ടോ നിരന്നുകൊള്ളണം. ഇനി നമ്മൾ നേരത്തെ വായിച്ച വചനത്തിലേക്ക് 1 രാജാക്കന്മാർ 8-ാം അധ്യായം 50-ാം വാക്യം വായിച്ച് ഒന്നുകൂടെ വായിച്ച്. ശലോമോൻ രാജാവ് പ്രാർത്ഥിക്കുകയാണ് ആലയത്തിനകത്ത്. ഭയങ്കര ശക്തമായിട്ടുള്ള പ്രാർത്ഥന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശലോമോൻ ജ്ഞാനി. എന്തൊന്നാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ ഒരു വരിയാണ് ഈ വരി. എന്തോന്നാണ് ഇപ്പൊ വായിച്ച വരി വായിച്ചേ. നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ക്ഷമിക്കുകയും അവര് ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവരോട് കരുണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ. അവർ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവും ആകുന്നുവല്ലോ. കേട്ടോ, വീണ്ടും 2 ദിനവൃത്താന്തം 30-9 വായിക്കുമ്പോൾ വായിച്ചേ. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം അതിന്റെ 9-ാം വചനം വായിക്കുമ്പോൾ വായിച്ചേ. നിങ്ങൾ യഹോവയിലേക്ക് വീണ്ടും തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ച് ഈ ദേശത്തിലേക്ക് മടങ്ങി വരും. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ. നിങ്ങൾ അവന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണം മുഖം തിരിച്ചു കളയുകയില്ല. കണ്ടോ, തിരിഞ്ഞു വരണം. വായിച്ച വരി. നിങ്ങൾ യഹോവയിലേക്ക് വീണ്ടും തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ച് ദേശത്തിലേക്ക് മടങ്ങി വരും. കണ്ടോ, മടങ്ങി വരും. നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ. കൃപയും, നമ്മുടെ ദൈവം ആരാണ്? കൃപയും കരുണയും ഉള്ളവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പോ കർത്താവ് ഒരാളിനെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന വീട്ടിലാകട്ടെ, പോകുന്ന വഴിക്കാകട്ടെ, ദേശത്തിലാകട്ടെ, അവർക്ക് ദാഹമുണ്ടെങ്കിൽ യേശുവിനായിട്ട് ജീവിക്കണം. എനിക്ക് എൻ്റെ യേശുവിനായിട്ട് ജീവിക്കണം, അപ്പൻ്റെ വചനപ്രകാരം എനിക്ക് മുന്നോട്ട് പോകണം എന്നൊരു ദാഹം ഹൃദയത്തിന്റെ അകത്ത് സക്കായി പോലെ ആരല്ല എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. അതിന് ആര് തടസ്സമാണെങ്കിൽ എനിക്ക് വിഷയമല്ല. എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ എതിരായിരിക്കാം, എൻ്റെ നാട്ടുകാർ ചിലപ്പോൾ എതിരായിരിക്കാം, എൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ എതിരായിരിക്കാം. എനിക്കത് വിഷയമല്ല. എൻ്റെ ദൈവത്തിന് ഇഷ്ടമാകുമോ അത് മാത്രം നോക്കിക്കൊണ്ടൊരു വ്യക്തി പോവുകയാണെങ്കിൽ അവരുടെ ആഗ്രഹം ദൈവം അറിയും. അവരിയ്ക്കുന്ന സ്ഥലത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരികയും ചെയ്യും, അവരെ വിടുവിക്കുകയും ചെയ്യും, അവരെ രക്ഷിക്കുകയും ചെയ്യും. ഇനി അവർക്ക് ആ ക്രിസ്തുവിൽ ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ആ വ്യക്തികളുടെ ഹൃദയത്തെ സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ നിങ്ങൾക്ക് മനസ്സിലായോ? തുടങ്ങി വന്നത് അതാണ്. അല്ലെങ്കിൽ യോസഫിനെതിരായി നിന്നവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? മാറ്റി. ദാനിയേലിനെതിരെ നിന്നവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? മാറ്റി. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ മാറ്റിയിട്ട് പുതിയൊരു കൃപ കൊടുത്ത് അവർക്കും നമുക്ക് അനുകൂലമായ അന്തരീക്ഷത്തെ നിർത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും പലയിടത്തും പോകുമ്പോൾ സ്തോത്രം നമ്മുടെ കഴിവും മിടുക്കവും കൊണ്ടല്ല അവിടെ പല കാര്യങ്ങളും നടക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ പോകും മുമ്പേ അവിടെ ദൈവം കഠിന ഹൃദയങ്ങളെ മാറ്റേണ്ടത് ദൈവം എന്ത് ചെയ്യുന്നു? കഠിന ഹൃദയങ്ങൾ മാറ്റുന്നു. അവര് കഠിന ഹൃദയം മാറുമ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിനകത്താകട്ടെ, ദേശത്തിലാകട്ടെ, ഒരു തുണിക്കടയിലാകട്ടെ, ചില ആൾക്കാർ കഠിന ഹൃദയമുള്ളവരാണ്. പക്ഷെ ചിലടത്ത് പോകുമ്പോൾ പ്രാർത്ഥനയോടെയാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലാണ് പോകുന്നതെങ്കിൽ അവർ എത്തും മുമ്പേ അവിടെ
മാലിന്യങ്ങളെല്ലാം പൊട്ടിച്ച് മാറ്റും. അവിടെ ചെയ്യേണ്ടത് ആര് ചെയ്യും? ദൈവം ചെയ്യും. അമ്മേ, നിങ്ങൾക്ക് മനസ്സിലായി? ഈ യോസഫ് ചെല്ലും മുമ്പേ അവിടെ ചെയ്യേണ്ടത് ദൈവം ചെയ്തു. ഒന്ന്, ദൈവം കൂടെ ഇരുന്നു. രണ്ട്, കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയത്തിനകത്തൊരു മാറ്റം കൊടുത്തു. ഇവനോട് കരുണ തോന്നിച്ചു, ഇവനോട് ദയ തോന്നിച്ചു. അർത്ഥം, ഇവനോട് പകയായിട്ട് വിരോധമായിട്ട് തോന്നിയില്ല. എവിടെ പോകുമ്പോഴും യേശുവിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ, നേരത്തെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോന്റെ പ്രാർത്ഥനയാണ് വായിച്ചത്. പ്രാർത്ഥന അയാൾ പറയാണ്, കർത്താവേ, അങ്ങയുടെ അടുക്കൽ തിരിഞ്ഞു വന്നാൽ ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ. ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, ആലയത്തിനകത്ത് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ആലയത്തിനകത്ത് നിറഞ്ഞു. ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് ഇറങ്ങി, ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി, ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ ജീവിതത്തിനകത്ത് കുറവുകളെ ഉണർന്ന്, തെറ്റുകളെ ഉണർന്ന്, നമ്മുടെ ജീവിതത്തിനകത്ത് വന്നുപോയ സകലതും അപ്പന്റെ മുൻപിൽ മുട്ടുമടക്കി ഏൽപ്പിക്കേണ്ടവണ്ണം ഏൽപ്പിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മുട്ടുമടക്കിയാൽ കർത്താവ് വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് എന്ത് ചെയ്യും? ഓരോ സെക്കൻഡും സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന്, പുറത്തുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നേരത്തെ കൂട്ടി കർത്താവിനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പൊക്കോളണം. അതത് സമയത്ത് ആത്മാവ് മാത്രം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കണം. പാപത്തെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച് ഓരോ സെക്കൻഡും ആത്മാവിന്റെ ഹിതപ്രകാരം വേണം നമ്മൾ ജീവിക്കാൻ. എവിടെയെങ്കിലും കുറവുകളെ, തെറ്റുകളെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ശലോമോൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അപ്പച്ചൻ്റെ അടുക്കൽ തിരിച്ചു വന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് അവർ ഇരട്ടി ബലത്തോടെ പുറത്തെടുക്കണമേ. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പൈതലെ നീ വ്യത്യസ്തമായ വിഷയത്തിലായിരിക്കാം. എവിടെ കുരുങ്ങിയെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണം. എവിടെയെങ്കിലും കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം കുരുക്കിയോടെ പൊട്ടിക്കുക. ഒന്നിരുന്ന് ചിന്തിക്കണം, എവിടെ വെച്ചാണ് ഞാൻ തെറ്റിയത്, എവിടെ മുതലാണ്, അതിനുശേഷം ഞാൻ എവിടെയെല്ലാം പോയപ്പോൾ ഞാൻ എന്തൊക്കെ സംസാരിച്ചു, തിരിച്ച് എവിടെയെല്ലാം എങ്ങനെയൊക്കെ ആയിരുന്നു, ഏതൊക്കെ സാഹചര്യത്തിൽ പോയി, എല്ലാ റൂട്ടും സഞ്ചരിക്കണം. എല്ലാ റൂട്ടും സഞ്ചരിച്ച് ഒരു പേപ്പറിൽ എഴുതി വെക്കണം എന്തൊക്കെയാണ് നടന്നതെന്ന്. എഴുതി വെച്ച ശേഷം ഒന്നൊന്നായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടടുത്ത്, മാപ്പ് പറയേണ്ടടുത്ത്, രക്തത്താൽ കഴുകൽ പ്രാപിക്കേണ്ടടുത്ത്, എന്തൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനുണ്ടോ അതെല്ലാം 1, 2, 3 ഏൽപ്പിച്ചു കൊടുത്ത് അവസാനം വരുമ്പോൾ എൻ്റെ യേശു നമ്മുടെ അടുത്ത് ഇറങ്ങിയിട്ട് രക്തം കൊണ്ട് നമ്മളെ കഴുകി അപ്പച്ചൻ്റെ വൈതലാക്കി മാറ്റും. അതോടുകൂടെ പിശാചിന്റെ ശക്തി ക്ഷയിക്കും. അവന് ഇരിക്കാൻ പറ്റത്തില്ല, അവന് നിൽക്കാൻ പറ്റത്തില്ല, അവന് കയറാൻ പറ്റത്തില്ല. അവൻ പറയും, അയ്യോ ഈ മനുഷ്യനെ തള്ളി പുറത്താക്കി, ഇയാളുടെ പാവം ഏറ്റു പറഞ്ഞു. അയ്യോ ഈ സ്ത്രീ കഴിഞ്ഞ നാളിൽ ഇങ്ങനെയായിരുന്നു, പക്ഷെ അവൾ ആ പാവം ഏറ്റു പറഞ്ഞു. ഇപ്പൊ ചെയ്യാതെ ക്രിസ്തുവിനെ അവൾ നിറച്ചു. ഇനി എനിക്ക് കയറാൻ കഴിയത്തില്ല. കണ്ടോ, അവൻ അമ്പെ പരാജയപ്പെടും. അമ്മേ സ്വത്രം. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, മടങ്ങി വന്നാൽ അവരങ്ങ് കൈക്കൊള്ളണമേ, അങ്ങ് രക്ഷിക്കണമേ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണേ. ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് പറയുന്നു, മക്കളെ സ്വത്രം, ഒരു ആഗ്രഹം വേണം, എനിക്ക് മടങ്ങി വരണം, എൻ്റെ അപ്പനായി നിൽക്കണം എന്നൊരു ആഗ്രഹം വേണം. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങൾ എന്ത് ചെയ്യും? ദൈവം നിറയ്ക്കും. ദൈവത്തിന്റെ വചനം പറയാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അവിടെ നിറയ്ക്കുകയും ചെയ്യും, നിർത്തുകയും ചെയ്യും. കർത്താവിന്റെ മുൻപിൽ സാക്ഷി പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം സാക്ഷ്യം തരുകയും ചെയ്യും, നിറയ്ക്കുകയും ചെയ്യും. എനിക്ക് ആഗ്രഹം വേണം, എന്നെ രക്ഷിച്ച് എൻ്റെ അപ്പനെ കുറിച്ച് വിളിച്ചു പറയാൻ എനിക്കൊരു ദാഹം വേണം. എൻ്റെ ലജ്ജ അവിടെ പൊട്ടും, എൻ്റെ മടി അവിടെ പൊട്ടും. എനിക്ക് സ്വത്രം ഹല്ലേലൂയ. ഒരു ആത്മീകനോട് എപ്പോഴും ആത്മീകമായി സംസാരിക്കാൻ പറ്റും. ഒരു ജഡികൻ ഒരിക്കലും ഒരു ആത്മീകമായി സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു ആത്മീകനോട് സംസാരിച്ചാൽ അവർ നെഗറ്റീവാക്കി പറയത്തില്ല. എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ആത്മീകനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, അത് ആത്മീകനാണെന്ന് ഉടനെ അറിയാൻ പറ്റും. അയാൾ നെഗറ്റീവാക്കി പറയത്തില്ല. ഒരു ജഡീകനാണെങ്കിൽ അയാൾ എപ്പോഴും എന്ത് പറഞ്ഞാലും നെഗറ്റീവാക്കി പറയുള്ളൂ. ദൈവത്തിന് സ്വത്രം. ഇപ്പൊ ഉദാഹരണം, വിസിറ്റ് നമുക്ക് ട്രാക്ടർ കൊടുത്ത് നെയ്യാറ്റിക്കര ഗ്യാരേജിൽ 10 പേർക്ക് ട്രാക്ടർ കൊടുക്കാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ജഡീകനോട് അവിടെ പറഞ്ഞാൽ ജഡീകൻ പറയും, വേറെ ജോലിയില്ല, അവിടെ എല്ലാവരും കൊണ്ട് കൊടുക്കുകയല്ലേ, ഇന്ന് രാവിലെയും കൂടെ അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട്, കണ്ടോ, അയാളുടെ വാക്കിതേ വരും. ഹല്ലേലൂയ. അടുത്ത് പറയും സ്വത്രം, അവിടെ നിന്ന് പ്രസംഗിക്കാം എന്ന് പറയുമ്പോൾ ജഡീകനോടാണ് പറയുന്നതെങ്കിൽ ജഡീകൻ പറയും, അവിടെ എത്ര പാസ്റ്റർമാര് നമ്മളെ ഈ ചെറിയ സ്പീക്കർ ഒന്നുമല്ല, വലിയ സ്പീക്കർ വെച്ച് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്വത്രം. അവിടെ പോകേണ്ട കാര്യമൊന്നും ഇല്ല, കാരണം അത് ജഡീകനാണ്. കണ്ടോ, അയാൾ നെഗറ്റീവേ പറയത്തുള്ളൂ. പക്ഷെ ഒരു ആത്മീകൻ പറയും, പോകാം, 1 അല്ല 2 അല്ല 10 അല്ല. സ്വത്രം. ആര്? മോശയോട് ദൈവം പറഞ്ഞു, നീ പോകാം, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. 1-ാം പ്രാവശ്യം പോയി കൊട്ടാരത്തിനകത്ത് വിടുതലുകൾ നടന്നു. കാണത്തക്ക വിടുതലുകൾ നടന്നില്ല, കാണാതെ വിടുതൽ നടന്നു. അയാൾ വീണ്ടും മടിച്ചില്ല. 2-ാമത് പോയി. മോശ കാണത്തക്ക ഒന്നും കഴിയില്ല, പക്ഷെ കാണാതെ വിടുതൽ നടന്നു. 3-ാമത് പോയി, തകർന്നില്ല. കണ്ടോ, അവിടെ എന്തൊക്കെ നടന്നല്ല. 1, 2, 3, 4, 5, 10ാമത്തെ തവണ ദൈവത്തിന് സ്വത്രം. പല ആവർത്തി മോശ എപ്പോഴൊക്കെ ദൈവം വിട്ടോ അപ്പോഴൊക്കെ മോശ ഓടിപ്പോയി. അവിടെ ഒന്നും കർത്താവേ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് മോശ നെഗറ്റീവ് പറഞ്ഞില്ല. കണ്ടോ, അവിടെയെല്ലാം പോയത് നിമിത്തം ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഒരു ആത്മീകനോട് എപ്പോഴും ആത്മീകമായ കാര്യം പറയാം. ഒരു ജഡീകനോട് ഒരിക്കലും ആത്മീകമായ കാര്യം പറയാൻ പാടില്ല. ആത്മീക കാര്യം പറഞ്ഞാൽ അവര് സ്വത്രം ഹല്ലേലൂയ, അവർക്ക് ലജ്ജ തോന്നും, നാണക്കേട് തോന്നും. ഒരു ആത്മീകൻ എവിടെ നിന്നാലും പറയും, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനേക്കാൾ വലുത് എനിക്ക് ഏതുമില്ല. എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുക, എന്നെ മൃഗ സ്വഭാവമുള്ള എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുക.
മാറ്റുക, ക്രിസ്തു ഉള്ള ആളാക്കി മാറ്റുക, യേശുവിന്റെ രക്തത്താൽ കഴുകിയ നിത്യ നരകത്തിൽ നിന്ന് നിത്യത്തിലേക്ക് എത്തിച്ച യേശു അപ്പച്ചനെ വിളിച്ചു പറയാ, എനിക്ക് ഒരു ലജ്ജയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി ഇത്രയും ജനക്കൂട്ടത്തിന് നടുവിൽ സ്വത്ര പരിഹസിക്കുമ്പോഴും കാർക്കിച്ച് തുപ്പുമ്പോഴും നിന്ദിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നാണം കെടുത്തുമ്പോഴും ഹല്ലേലൂയ സ്വത്ര അപമാനത്തിന്റെ വാക്കുകൾ പറയുമ്പോഴും എന്റെ യേശുവിന്റെ ഹല്ലേലൂയ ഒന്ന് നോക്കിയേ, യേശു കർത്താവ് ആരാണെന്ന് നോക്കിയേ. പാപം ചെയ്തിട്ടല്ല ഇതെല്ലാം എത്തത്. ഏൽക്കുമ്പോഴും നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് അങ്ങും പാപം ചെയ്യാത്ത അങ്ങ് ഇതിനെല്ലാം എനിക്ക് വേണ്ടി സഹിച്ചെങ്കിൽ ഇന്ന് എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. എന്റെ ജീവൻ പോകും വരെ, എന്റെ ശ്വാസം പോകും വരെ അങ്ങേ ഉയർത്തൽ. എവിടെ കൊണ്ട് വിട്ടാലും അവിടെ എത്ര വരെ വന്ന് പ്രസംഗിച്ചത് എന്റെ വിഷയമല്ല. അവിടെ എപ്പോഴും ആൾക്കാർ പ്രസംഗിച്ചത് എന്റെ വിഷയമല്ല. ആ വീട്ടിൽ ഒരുപാട് ആരാധന വെച്ചതാണ് എന്റെ വിഷയമല്ല. അത് അവര് പലരും ട്രാക്ടർ കൊടുത്തു, അതെന്റെ വിഷയമല്ല. എന്നെ ഏൽപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ ഏൽപ്പിച്ചത് ഡാഡി, എന്നെ ഏൽപ്പിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്വതന്ത്രം. നമ്മളൊക്കെ ഒരു ആത്മീകമായ കാര്യം എപ്പോഴും പറയുമ്പോൾ ചിന്തിച്ചോളണം. ചിലർ പറയും അവിടെ സ്വതന്ത്രം, ഹല്ലേലൂയ, അവിടെ ശരിയാകത്തില്ല, അവിടെ ആൾ കുറവാ. ഒരു ജഡീകൻ അങ്ങനെ പറയും. സ്വതന്ത്രം ഒരു ആത്മീകം പറയും, ഒരാൾ വന്നാലും ആത്മീകന്റെ വാക്കുണ്ട്, ഒരാൾ വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും അവിടെ ആളിന് ദൈവം. ആത്മീകന്റെ വാക്ക് കണ്ടോ? സ്വതന്ത്രം, ഹല്ലേലൂയ. ഒരു ജഡീകനാണെങ്കിലോ ജഡീകൻ പറയും അവിടെ ശരിയാവില്ല. അവരുടെ സംസാരങ്ങളൊന്നും അവരുടെ ഇരിപ്പം, നമുക്ക് ഇരിപ്പം നോക്കണ്ടല്ലോ. യേശു ഇവരാരെങ്കിലും ഇരിപ്പ് നോക്കിയെങ്കിൽ നമ്മൾ ഇവിടെ കാണുമോ? നിന്തിരൂ രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ, അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ. ഞാൻ എന്തുള്ളൂ യേശു പരാ. നിന്തിരൂ രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ, അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ. ഞാൻ എന്തുള്ളൂ യേശു പരാ. ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ. ഞാൻ എന്തുള്ളൂ യേശു പരാ. ഹല്ലേലൂയ. യേശുപ്പച്ചനെ കാണിപ്പിച്ച് തുപ്പുമ്പോ യേശുപ്പച്ചൻ ചിന്തിച്ചു, ദൈവത്തിന്റെ സ്വതന്ത്രം തുപ്പൽ എന്തോന്നാ. നമ്മളാണെങ്കിൽ നമ്മൾ പറയാം ആ യാരിലിനി മനസ്സിലാക്കി ചിന്തിച്ചോ, ആ യാരിലിനി പോണ്ട, അവർ തുപ്പിയില്ലേ, ഇനി പോണ്ട. ഞാൻ നിങ്ങൾ അങ്ങനെ നിങ്ങളെങ്കിലും ഞാൻ എൻ്റെ കാര്യം പറയുന്നത് അങ്ങനെ വിചാരിക്കും. സ്വന്തം യേശു അങ്ങനെ വിചാരിച്ചെങ്കിൽ, അങ്ങനെ അവിടെ ആരെയെങ്കിലും നോക്കിയെങ്കിൽ, യേശു എപ്പോഴും നോക്കി പിതാവ് എന്ത് പറയും. അത് എന്ത് എതിർത്ത സാഹചര്യമായിരുന്നാലും ഒരിക്കലും ആ തടസ്സമായി നിന്നില്ല. യേശു അവസാനം വരെ അങ്ങനെയായിരുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിൽ പോകുമ്പോഴും ഒരു ആത്മീകനോട് വേണം ആത്മീകമായ കാര്യം പറയാം. വേറെ ഒന്നും പറയല്ലേ. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു അല്ലേ എന്നൊരു ജഡീകനോട് പറഞ്ഞാൽ പറയും അവിടെ എന്തോ നടന്നു. നമ്മൾ 2 പാട്ട് പാടി ആരാധിച്ചു, അവിടെ എന്തോ നടന്നു. കാരണം അയാൾ ജഡീകനാ, അയാൾക്ക് അവിടെ ഒന്നും ഉൾക്കൊള്ളാൻ. അന്നത്തെ കൺവെൻഷനിങ്ങിലല്ലേ നടന്നത്, അവിടെ അല്ല നടന്നോ? കാരണം അയാൾ ആരാ പറയാൻ പാടില്ല. ഇതൊന്നും ജഡീകനോട് ഒരു അക്ഷരം വേണ്ടത് ഇനി തീർന്നു. ആൾക്കാർ കുറവായിരുന്നു. കണ്ടു ഒറ്റയാളും മതി രക്ഷിക്കപ്പെട്ട സ്വർഗത്തിൽ. മുഴു ലോകത്തെക്കാൾ വില പഠിക്കും. കണ്ടോ ഒരു ജഡീകനോട് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ്. അവിടെ കഴിഞ്ഞ ആഴ്ച കൺവെൻഷൻ വലിയ കാര്യമൊന്നും, കാരണം അത് ജഡീകന. അയാൾ ഇങ്ങനെ പറയും. എത്ര കൺവെൻഷൻ വെച്ചാലും കർത്താവിന്റെ വചനം പറയാൻ ദൈവം നമ്മളാക്കി എന്ത് ചെയ്യണം? എവിടെ ട്രാക്ടർ കൊടുക്കാൻ പറ്റും എന്ത് ചെയ്യണം? പേടിക്കരുത്. നമ്മുടെ ഇവിടെ ഏതാ പരസ്യ ശുശ്രൂഷയ്ക്ക് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് വിളിച്ച്. പക്ഷേ അവർക്ക് കൂടുതലും വിളിച്ച് പറഞ്ഞവരൊന്നും വണ്ടി ഇല്ല. അപ്പൊ വണ്ടി ഇല്ലാത്തവരെ കൊണ്ടുപോകാനും
പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട്, വണ്ടി ഇല്ലാതെ എങ്ങനെ കൊണ്ടുപോകും? ഇനി പോകുന്നതെല്ലാം ഉള്ളിലോട്ടാണ്. ബസ് റൂട്ടുള്ള സ്ഥലങ്ങളല്ല, 1, 2, 3 സ്ഥലങ്ങൾ മാത്രമേ ബസ് റൂട്ടുള്ളൂ. അപ്പൊ അതൊക്കെ 1 മണിക്കൂർ കൊണ്ട് 1, 2 മണിക്കൂർ കൊണ്ട് തീരുകയും ചെയ്യും. സ്വത്രം ബാക്കി എല്ലാം ഉള്ളിലോട്ടാണ്. കർത്താവിന്റെ ആ ഒരു പ്രേരണ തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഉള്ളിലോട്ടാണ്. അപ്പോ സ്വത്രം ഹല്ലേലൂയ. ബാക്കിയെല്ലാം ആരാ കയ്യില? ദൈവത്തിന്റെ കയ്യിൽ. എവിടെ നമുക്ക് അവസരം കിട്ടിയാൽ എന്ത് ചെയ്യുക? യേശു ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയുക. ഓ, പാപിക്കായി, രോഗിക്കായി, ആശ്വാസം നശിച്ചവർക്കായി യേശു ജീവിക്കുന്നു, യേശു പാപിയെ രക്ഷിക്കാൻ വന്നു എന്ന് വിളിച്ച് പറ. അവിടെയൊക്കെ വലിയ ദൈവപ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ദൈവം വെളിപ്പെടും. ദൈവം നമ്മളല്ല, ദൈവം അവിടെ ചെയ്യും. നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ അരുമനാഥൻ മുഴുവനും ദൈവം നമുക്കായിട്ട് വിട്ടുകൊടുത്തെങ്കിൽ ആ രക്തത്തെക്കാളും ആ യേശുവിനെക്കാളും വലുതാണോ സഹോദരങ്ങളെ നമ്മുടെ പേരും പ്രശസ്തിയും മഹത്വവും ഞാൻ എന്തോ ആണെന്നുള്ള ചിന്തയും യേശു മുഴുവനും വിട്ടുകൊടുത്തെങ്കിൽ നമ്മുടെ ഇവിടെ ചില കാര്യങ്ങളാണോ നമുക്ക് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത്? ഹല്ലേലൂയ. ഇല്ല. ശലോമോൻ പറഞ്ഞു, കർത്താവേ, ആലയത്തിലൊന്ന് പാപത്തെറ്റുകളഞ്ഞ് ഉപേക്ഷിച്ച് കരയുന്നവരോട് அவங்க മനസ്സിലെയും കരുണ കാണിച്ച് അവരെ വീണ്ടും രക്ഷിക്കണമേ. കർത്താവിനോട് ദാഹത്തോടെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഇരട്ടി ശക്തിയോടെ, ഇരട്ടി അഭിഷേകത്തോടെ, ഇരട്ടി ആത്മാവിന്റെ നിറവോടെ ആര് ദാഹിച്ചാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും സാരമില്ല. ദൈവം ഒറ്റപ്പെടുത്തിയാലാണ് കുഴപ്പം. നമ്മുടെ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാൽ അവിടെ ഒറ്റപ്പെടുത്തി, അയ്യോ എന്നെ ഒറ്റയ്ക്കായി കളഞ്ഞേ, അയ്യോ എന്നെ ഒറ്റയ്ക്കായി ഒറ്റയെണ്ണം പറയരുത്, അയ്യോ എന്നെ ഒറ്റയ്ക്കായി കളഞ്ഞേ, ഞാൻ ഇല്ല ഒറ്റയ്ക്കാന്ന് ആര് പറഞ്ഞു? ഹല്ലേലൂയ. യോസഫ് ഒറ്റയ്ക്കെന്ന് ആര് പറഞ്ഞു? യോസഫിന്റെ കൂടെ ദൈവം ഇല്ലായിരുന്നോ? ഓ ആമേ. ഇവിടെ എഴുതിയിരിക്കുന്നു, യോസഫിനോട് കൂടെ കാരാഗ്രഹത്തിനകത്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നു. യോസഫിന് അതേ ദൈവം കാരാഗ്രഹ പ്രമാണിയുടെ അകത്ത് ഒരു മാറ്റം കൊടുത്തു. യോസഫിനോട് കൃപ തോന്നുമാറാക്കി. കണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഓരോ സ്ഥാനത്തും പോകുമ്പോൾ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും അല്ല. പലയിടത്തും പോയി വചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കഴിവൊന്നും ഒന്നുമല്ല. അവിടെ സത്യവചനം വിളിച്ചു പറയും. ആരെ കളിയോ ഒന്നും വിളിച്ചു പറയില്ല. അവിടെ ഒന്നും ഇതുവരെ ദൈവം നടത്തിയത് എന്ത് കാര്യം എന്നറിയാമോ? ചില കഠിന ഹൃദയങ്ങൾ നമ്മൾ എത്തുമ്പോ അവിടെ കൃപ പകർന്ന് അവർ അരിയിച്ച് നിർത്തിയിരുന്നത് കൊണ്ടാണ്. ചുമ്മാ അല്ല തടി കേടാതെ വന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ കഴിവോ നമ്മളെ മിടുക്കോ നമ്മളെ വാക്ചാതുര്യമോ ശക്തിയോ ഒന്നും അല്ല, നമ്മൾ ഏതുമല്ല. പക്ഷെ നമ്മൾ എത്തും മുമ്പേ അവിടെ കഠിന ഹൃദയമായ ചിലരുടെ കഠിന ഹൃദയത്തെ കർത്താവ് കൃപ തോന്നിപ്പിച്ചിട്ട് അവിടെ പിടിച്ചങ്ങ് നിർത്തി. അവിടെ നിന്നോടാ എന്ന് പറഞ്ഞ് അതിലിട്ടു. അതുകൊണ്ടാണ് നമ്മൾ സ്തോത്രം ഓരോ സമയത്തും നമ്മൾ നടത്തുന്നത്. ആ വിധങ്ങളൊന്നും മറക്കരുത്. അർത്ഥത്തിൽ ഞാൻ പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല. യേശുവിനായി ജീവിക്കാൻ, യേശുവിൽ ജീവിക്കാൻ ഒരാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആവേശത്തോടെ ഇറങ്ങിയ ആ വ്യക്തിയുടെ കൂടെ ദൈവം കാണും. അതിന് തടസ്സമായി ഏത് വ്യക്തി നിന്നാലും ആ വ്യക്തിയുടെ മനസ്സിനെ മാറ്റിയായിരുന്നാലും അവിടെയെല്ലാം ക്രിസ്തുവിന്റെ ഹിതം നമ്മളിവിടെ ചെയ്തെടുക്കാം. ഈ ദൈവം വിശ്വസ്തനാണ്, ഈ ദൈവം കൂടെയുണ്ട്, ഒരിക്കലും തളർന്നു പോകല്. അവിടെ എല്ലാം ധൈര്യത്തോടെ പറയണം, യേശുപ്പത്തിനെ ഞാൻ കാണുന്നു, ആ മേൻ കാണുന്നു. ഞാൻ വിശ്വാസത്താൽ കർത്തൃമേശ സമയത്ത് നമ്മൾ യേശുവിനെ കാണണം. ആ നുറുക്കപ്പെട്ട ശരീരം കാണണം, ആ നുറുക്കപ്പെട്ട രക്തം കാണണം. ആ യേശുവിനെ കണ്ടുകൊണ്ട് വേണം ഹല്ലേലൂയ എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട ശരീരം കാണണം. അത് ഞാൻ ഭക്ഷിക്കുമ്പോൾ എനിക്ക് വേണ്ടി അവൻ നുറുക്കപ്പെട്ടു. ഇനി ഞാൻ പാപിയല്ല. ആ രക്തം കാണുമ്പോൾ അതുപോലെ ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ഇവിടെ എന്റെ യേശു നിൽക്കുന്നു കാണണം. ഹല്ലേലൂയ. അതുകൊണ്ട് മോശ സ്തോത്രം ഉറച്ചു നിന്നു അദൃശ്യ ദൈവത്തെ കണ്ടത് പോലെ. ഓ ജീസസ്, ഉറച്ചു നിന്ന് ഞാനല്ല എൻ്റെ യേശു, ഞാനല്ല ഈ പ്രസംഗിതരിൽ യേശു, ഞാനല്ല എൻ്റെ വീട്ടിനകത്ത് എൻ്റെ യേശു, എൻ്റെ വിഷയത്തിനകത്ത് ഞാനല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. യേശു ഇതിനകത്തുണ്ട്. ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ യേശുണ്ട്, ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ യേശുണ്ട്, എൻ്റെ കണ്ണ് നിരപ്പാൻ യേശുണ്ട്. ഈ വിഷയം ഒന്നും വലുതല്ല, എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് യേശുവാണ്. ഇന്ന് എത്ര പേർ പറയും ആ യേശുവിന് വില കൊടുക്കുക, യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. ഓ ദൈവത്തിന് സ്വന്തം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് ആവേശമുണ്ട്. എൻ്റെ അപ്പനായി നിൽക്കണം, എൻ്റെ അപ്പനായി ജീവിക്കണം. അപ്പൻ എന്നെ കുറിച്ച് എന്താണ് ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ അപ്പൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ അപ്പൻ എന്നെ കുറിച്ച് എന്താണ് ഉദ്ദേശം? സോദരി, ഞാൻ ഓരോ ദിവസം ചിന്തിക്കുന്നൊരു വരി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചെങ്കിൽ എൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. എന്താണ് ഉദ്ദേശം? എൻ്റെ കർത്താവിനെ ഉയർത്തുക, അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഹാലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്വത്രം. എന്നെ കുറിച്ചുള്ള ദൈവത്തിന് ഉദ്ദേശം എന്താ? നിന്നെ കർത്താവിന്റെ വേലക്കായിട്ട് വിളിച്ചെങ്കിൽ വേറെ ഒന്നുമല്ല, നീ ഇറങ്ങിക്കോ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വത്രം. ഓരോരുത്തരെ കുറിച്ച് ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ദാഹം എനിക്ക് വേണം. അപ്പൊ എനിക്ക് എൻ്റെ അപ്പനായിട്ട് നിൽക്കണം, എൻ്റെ അപ്പന്റെ ഹിതപ്രകാരം പോകണം, അപ്പന്റെ ശബ്ദം കേൾക്കണം. അങ്ങനെ ഞാൻ കർത്താവിൽ ഉറച്ചു നിന്ന് അപ്പന്റെ അത്ഭുതം കാണുവാൻ പരിശുദ്ധാത്മാവിനെ ഒരുക്കണം എന്ന് ഒരു പ്രാർത്ഥന നമ്മൾ ഉയരുമ്പോൾ കർത്താവ് അവിടെ കൃപ തരും. നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളുടെ മനസ്സിനെ മാറ്റും, അവരുടെ മനസ്സ് അലിയുന്ന മനസ്സാക്കി മാറ്റും.
അവരുടെ മനസ്സ് ഹല്ലേലൂയ, അവരുടെ മനസ്സിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം കൊടുക്കും. കഠിന ഹൃദയം മാറും. ദാനിയേലിന് അവിടെ കാരാഗ്രഹത്തിനകത്ത് കഠിന ഹൃദയം മാറി. അങ്ങനെയെങ്കിൽ യോസഫിന്റെ അവിടെയും ആ കഠിന ഹൃദയം മാറി. കണ്ടോ, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അത് പറയാൻ സമയമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ഇന്നൊരു ദാഹം എത്ര പേർക്കുണ്ട്, ഒരാഗ്രഹം എത്ര പേർക്കുണ്ട്? എൻ്റെ യേശുവിനെ പോലെ ഒന്ന് ആയാൽ മതി, എൻ്റെ യേശുവിനെ പോലെ ഒന്ന് നടന്നാൽ മതി, യേശുവിനൊന്ന് ജീവിച്ചാൽ മതി, യേശുവിന്റെ ശബ്ദം കേട്ടാൽ മതി. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വരിയാണ്, പിതാവിന്റെ ശബ്ദത്തിന്റെ അപ്പുറത്ത് പുത്രൻ ഒരിടത്ത് നിന്നില്ല. അയ്യോ, അതുപോലെ നാദം കഴിഞ്ഞെങ്കിൽ പിതാവിന്റെ ശബ്ദത്തിനപ്പുറത്ത് ഉള്ള തടസ്സമായിരുന്നു. ഈ കണ്ടതെല്ലാം യേശുവിനെ ഒന്ന് നോക്കിയേ, എല്ലാവരും നോക്കിയേ, വേദപുസ്തകം വായിക്കുന്നത് നോക്കണം. സ്വന്തം യേശുവിനെ വേദപുസ്തകം വായിച്ച് നോക്കുമ്പോൾ അതിൽ നമുക്കറിയാം, എല്ലാം നോക്കണം, എല്ലാ ഭാഗത്തും നോക്കണം. അവിടെ എല്ലാം യേശു ശബ്ദം കേട്ടോണ്ടിരുന്നു. പക്ഷെ എല്ലായിടത്തും എതിര് വന്നു. പക്ഷെ യേശു ഈ എതിരിന്റെ കൂടെ പോയില്ല, ദൈവത്തിന്റെ കൂടെ നിന്നു. അതൊരു കൃപയാ. അതുപോലെ നമുക്കൊരു കൃപ ദൈവം തരട്ടെ. ഒരിടത്തും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഒന്നുകിൽ യേശു വരിക, അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് വരെയും എതിരിന്റെ ശബ്ദം കേൾക്കും. പക്ഷെ നമ്മൾ കേൾക്കേണ്ടത് എതിരിന്റെ ശബ്ദമില്ല, യേശുവിന്റെ ശബ്ദം. ആമേൻ.